ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ CM ആയിരുന്നുകൊണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ്. രേഖമാൻ പൊതുവെ പറയാറുണ്ട് ചിലര് എല്ലാം പകുതി നിർത്തുമെന്ന്. താങ്കളെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേജ്രിവാൾ താങ്കളെ ഫോളോ ചെയ്യുന്നെന്ന്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ താങ്കൾ അദ്ദേഹത്തിന്റെ സീസ് മകളിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ താങ്കൾക്ക് വേണ്ടി വലിയൊരു രാജ്മഹൽ കെട്ടുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മനുഷ്യൻ, അദ്ദേഹം രാംലീല മൈതാനത്തെ പോരാട്ടത്തിൽ നിന്നും വന്നാണ്. എനിക്ക് പദവി വേണ്ട, പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, കാറ് വാങ്ങില്ല, ബംഗ്ലാവ് വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. 80 കോടി ജനങ്ങളുടെ രക്തവും വിയർപ്പും ചിന്തി സമ്പാദിച്ച കാശ് വെച്ച് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി വലിയൊരു വീട് വെച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കർട്ടൻസും സോഫ, ബെഡ് എന്നിവയൊക്കെയുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുന്നു. പിന്നെ ജനങ്ങളിപ്പോ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതെങ്ങനെയുള്ള വീടാന്ന് വെച്ചാ ആ വീടിന്റെ വാതിൽ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി തുറക്കാറില്ല. ആർക്കും അകത്ത് കടക്കാൻ പറ്റില്ല. അത് പേഴ്സണൽ യൂസിനുള്ളതാണ്. പക്ഷെ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ അതെല്ലാം ജനങ്ങളുടെയാണ്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് 4 മാസം ആകുന്നു. എന്റെ വീട്ടിൽ എനിക്ക് സ്ഥലമില്ലെങ്കിൽ ഞാൻ തെരുവിലാണെങ്കിലും ഒരു കസേര ഇട്ടിരിക്കും. അവിടെ ഇരുന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദിവസവും ഞാൻ നടത്തിക്കൊടുക്കും. പൊതുജനസേവ എവിടെ ഇരുന്നാലും ചെയ്യാവല്ലോ. അതായത് ഗവൺമെന്റിൽ നിന്ന് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഗവൺമെന്റ് എനിക്ക് താമസിക്കാൻ ഒരു വീട് തന്നാലും ഇതുവരെയായിട്ടും ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി അത് വാങ്ങിച്ചു കാണില്ല. അതായത് ഒരു സ്ഥലം, അതായത് LGയുടെ ഒരു 4th ഗ്രേഡ് എംപ്ലോയി ഇരിക്കുന്ന സ്ഥലം പോലെ ഡൽഹി മുഴുവൻ മുഖ്യമന്ത്രിക്കായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. എനിക്ക് ഈസിയല്ലേ, അത് മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ പോയി അവിടെ താമസിക്കും. ഞാനാ അത് വേണ്ടാന്ന് വെച്ചത്. ഷീസ് മഹൽ തന്നിട്ട് പോലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഗവൺമെന്റിനോട് തന്നെ പറഞ്ഞു, ഒരു ദിവസം ആയിരക്കണക്കിന് ജനങ്ങൾ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. അവരോട് സംസാരിക്കാൻ പറ്റുന്ന പോലെ ഒരു സ്ഥലം എനിക്ക് തന്നാൽ തീർച്ചയായിട്ടും അവിടെ താമസിക്കുമെന്ന്. ഇന്ന് ഒരു വീട്ടിൽ അവിടെ എനിക്ക് പബ്ലിക് ഡീലിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ എന്നെ കാണാൻ ജനങ്ങൾ എത്തുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എന്റെ വീട് എപ്പോഴും തുറന്നു തന്നെ കിടക്കും. രാവിലെ എപ്പം നിങ്ങൾ വീട്ടിലെത്തിയാലും എന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കും. കേജ്രിവാളിന്റെ വീട്ടിൽ ആർക്കും അകത്തേക്ക് കടക്കാനേ പറ്റില്ല. പക്ഷെ എന്റെ വീട് ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും. പക്ഷേ അപ്പൊ താങ്കൾക്ക് മനസ്സിലായല്ലേ അതിനകത്തേക്ക് പോകുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാണെന്ന്. പക്ഷേ ഞാൻ എന്റെ ഡൽഹി ജനങ്ങളെല്ലാവരും, ഡൽഹി NCRലിരുന്ന് ജനങ്ങളൊക്കെ വരുമ്പോ എന്റെ വീട്, എന്റെ ഓഫീസ്, നേരത്തെയുള്ള പാർട്ടി ആയിരുന്നെങ്കിൽ ആർക്കും അകത്തേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്റെ സമയവും നിങ്ങളുടെയാണ്, എന്റെ വീടും നിങ്ങളുടെയാണ്. നോക്കൂ മാം, താങ്കളുടെ വീടിനെ കുറിച്ച് ജൂൺ 28-ാം തീയതി PWDയുടെ ഒരു ടെൻഡർ അയച്ചിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വീട് കെട്ടുന്ന സമയത്ത് അതിൽ 24 AC കാണും, 5 സ്മാർട്ട് TV കാണും, ഓരോന്നിനും 9 ലക്ഷം, 3 നിലവിളക്ക് കാണും, 115 ലൈറ്റുകൾ കാണും, 73 സീലിംഗ് ഫാനുകളും കാണും, 6 ഗ്രീസർ കാണും, ഹൈ ക്വാളിറ്റി RO കാണും, 10 ഫെഡ്ലൈറ്റ് കാണും, അഡ്വാൻസ്ഡ് CCTVയും കാണും, പിന്നെ ടോപ്പ് ക്ലാസ് ഇന്റർനെറ്റും. സർ, ഞാൻ നാളെ തന്നെ എന്റെ ഓഫീസ് തുറന്നു തരാം. നാളെ തന്നെ ഇൻവിറ്റേഷനും തരാം. താങ്കൾ തീർച്ചയായിട്ടും വരണം. പിന്നെ ഇതിനെല്ലാത്തിനും മര്യാദ കൊടുക്കുന്ന ആം ആദ്മി പാർട്ടിക്കാര് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് താങ്കൾ ചെക്ക് ചെയ്യണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാ, അവരിൽ ആരൊക്കെ അധികമാ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ, ചെയ്തതാരാണോ, ആരൊക്കെയാണ് ഡൽഹിക്ക് ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടാക്കിയത്, അവർക്ക് ഡൽഹിയിലെ ജനങ്ങൾ അവരുടെ 10 വർഷത്തെ ഭരണത്തിന് ക്ലിയർ കട്ട് മാൻഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അവരൊക്കെ ഇന്ന് വന്ന് ഡൽഹിയുടെ സ്ഥിതിഗതികളെ നശിപ്പിക്കാൻ നോക്കിയ, ഡൽഹിയിലെ ജനങ്ങളെ മിസ്ഗേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച അന്നത്തെ ദിവസം എന്റെ വീട്ടിൽ, അവരുടെ വീട്ടിലെ ഡോർമേറ്റിന് എത്രത്തോളം വിലയുണ്ടോ ആ കാശിനാണ് ഞങ്ങളൊരു വീട് വെക്കുന്നത് തന്നെ. അവരുടെ ഡോർമേറ്റിന്റെ കട്ടന്റെ കാശാണ് ഞങ്ങളുടെ വീട്. അങ്ങനെയുള്ളവരിങ്ങനെ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ മേൽ പഴിയിടുകയാണെങ്കിൽ അതൊരിക്കലും നല്ലതിനല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. बागवान ने भी न जाने कैसे कैसे शौक पाल रखे हैं. फूलों के गमलों में कांटे संभाल रखे थे. इस सियासत में तो चित भी उनकी, पट भी उनकी. हमने क्या बेवजह सिक्के उछाल रखे हैं? तो बात नहीं करेंगे. എന്റെ ജീവിതം വളരെ ട്രാൻസ്പെറന്റ് ആണ് സർ.
ആരായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ വന്ന് വേണേലും എന്നെ തീർച്ചയായിട്ടും കാണാം. ഞാൻ ആരെയും പോലെ സീക്രട്ടായിട്ട് മീറ്റിംഗ് ഒന്നും നടത്താറില്ല. എന്റെ കയ്യിൽ 100 കണക്കിന് മൊബൈൽ നമ്പറുകളൊന്നുമില്ല. ആരെങ്കിലും പിടിച്ചാൽ എറിഞ്ഞു പൊട്ടിക്കാൻ ആകെ ഒരു ഫോണേ ഉള്ളൂ. ഒരു വീടേ ഉള്ളൂ. ജനങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ താമസിക്കും, ഇല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ താമസിക്കും. ഇന്നും ഞാൻ റോഡ് തന്നെയാണ്. ഇപ്പോ പബ്ലിക്കിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദിക്കാം. കേജ്രിവാൾ സാർ അദ്ദേഹത്തിന്റെ പീരീഡില് ഒരു വലിയ ശീഷ് മഹൽ പണിതായിരുന്നു. അതുമാത്രമല്ല, അതിന് ഒരുപാട് കാശും ചെലവാക്കി. നിങ്ങളിപ്പോ ഇനിയിപ്പോ അതെന്ത് ചെയ്യും? ശരിയാണ്, ഒരു സ്ത്രീയായിട്ട് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പദ്ധതി ഇതാണ്. അത് ജനങ്ങളുടെ പണമാണ്. ആ പണത്തെ എങ്ങനെയാണോ ഇല്ലാതാക്കിയത്, ഞങ്ങളുടെ പരിശ്രമം ഇതാണ്. അതിന് ഞങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുമെന്ന് വെച്ചാൽ ആ പണമെല്ലാം തീർച്ചയായിട്ടും ഖജനാവിലേക്ക് വരണം. അത് വെച്ച് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം. അതാണ് ഞങ്ങളുടെ പദ്ധതി. ഒരുപക്ഷെ താങ്കൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നഷ്ടവും ഇല്ലല്ലോ. എനിക്ക് ഉറക്കം വരാറില്ല. അത് കാണാൻ എങ്ങനെയുണ്ടാകുമെന്ന് വെച്ചാ, ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നു, പക്ഷേ കേജ്രിവാൾ സാർ അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ആ കർട്ടൻ പോലും ഓപ്പൺ ചെയ്യാറില്ല. ജനങ്ങളുടെ ശബ്ദം ഒരിക്കലും അദ്ദേഹത്തിന്റെ കാതിൽ വീഴില്ല. അദ്ദേഹം സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ആ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോഴും ആ പാർട്ടിയുടെ MLA-മാര് ഞങ്ങളോട് വന്ന് പറയാറുണ്ട്, ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് കണ്ടിട്ട് പോലും ഇല്ലെന്ന്. അവിടെ CM-ന്റെ ഓഫീസും ഉണ്ട്. ഇന്ന് ആ സെക്രട്ടേറിയറ്റും ആ ഓഫീസും ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഒരു പൊതുസ്ഥലമാണ്. ഇതിനു മുമ്പ് ജനങ്ങൾ അവിടെ വന്നിട്ടില്ല, കാരണം അവരെ അനുവദിച്ചില്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അതായത് ജനങ്ങൾക്ക് വന്നിട്ട് പോകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച്. അതായത് താങ്കൾ പഴയ വണ്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ധാരാളം ജനങ്ങളുണ്ട്, റിട്ടയർഡായ വ്യക്തികൾ. അവരുടെ കയ്യിലുള്ള ഏക സ്വത്തെന്ന് പറഞ്ഞാൽ ആ പഴയ വണ്ടികളായിരിക്കും. പ്രായമുള്ളവർ കാണും, അവരൊരു പ്രാവശ്യം പോസ്റ്റ് ഓഫീസിൽ പോവും, ബാങ്കിൽ പോവും, ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവും. അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയാണ് പുതിയ വണ്ടി വാങ്ങിക്കാൻ സാധിക്കുക? എങ്ങനെ പഴയ വണ്ടി അവർക്ക് സ്ക്രാപ്പിലിടാൻ സാധിക്കും? രജിത് സാർ, ഡൽഹിയുടെ ദൗർഭാഗ്യം ഇതാണ്. ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടിരുന്നിട്ടും ലോക ഭൂപടത്തില് ഡൽഹി എല്ലാത്തിലും വലിയ പൊല്യൂട്ടഡ് സിറ്റിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മുൻപുള്ള സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടേയില്ല. ഡൽഹി താമസിക്കുന്ന ജനങ്ങൾക്ക് ശുദ്ധവായു നൽകി അവിടുത്തെ പൊല്യൂഷൻ മാറ്റാൻ അവരൊരിക്കലും പരിശ്രമിച്ചില്ല. വളരെ വർഷങ്ങളായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഗ്യാസ് ടെമ്പർ ഉണ്ടാവുന്നു. ആക്ച്വലി ഇതൊരു ഗ്രീൻ ക്യാപിറ്റലായിട്ട് മാറേണ്ടതാണ്. സോ അതിനുശേഷം എന്ത് സംഭവിച്ചു? കോർട്ട് അവരുടെ വിചാരണ ആരംഭിച്ചു. അതിനുശേഷം NGT അവരുടെ വിചാരണ ആരംഭിച്ചു. അതിനുശേഷം CA, പിന്നെ QM അവരുടെ പുസ്തകത്തെ ഓപ്പൺ ചെയ്തു ഡൽഹിയെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവരവരുടെ ഓർഡർ ഓപ്പൺ ചെയ്തു. പിന്നെ ഈ ഓർഡർ, നിങ്ങളുടെ വണ്ടിക്ക് 15 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ അതിനൊരിക്കലും പെട്രോൾ കിട്ടില്ല. ഇത് ഗവൺമെന്റിന്റെ ഓർഡറല്ല, ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവാണ്. NGTയുടെ ഉത്തരവ്, CA-QM-ന്റെ ഉത്തരവ്. ഇതിന് ഞാനും വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനും ആലോചിച്ചു ഇതൊരിക്കലും ശരിയല്ലെന്ന്. പിന്നെ ഞാൻ ഡൽഹിയിലുള്ള ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൊടുക്കുകയാണ്. അവരുടെ ചിന്തകൾ, അവരുടെ ശ്രദ്ധകൾ, പിന്നെ അവരുടെ അധികാരികളുടെ വിഷയത്തെ ഞങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിലും വെക്കുന്നതായിരിക്കും. അത് കോർട്ടായാലും ശരി, അത് NGT ആയാലും ശരി, ഭരണപരമായാലും ശരി. ഡൽഹിയിലെ ജനങ്ങൾക്ക് അന്യായം നടക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ എത്രയോ ജനങ്ങളുണ്ട്. ജനങ്ങൾ വീഡിയോ ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പത്രങ്ങളിൽ എഴുതാറുണ്ട്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ 82 ലക്ഷം രൂപയ്ക്ക് മെഴ്സിഡീസ് വാങ്ങിച്ച് ഇപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ടി വരുന്നെന്ന്. മറ്റൊരു വ്യക്തി എന്താ പറയുന്നത് വെച്ചാൽ, എൻ്റെ വണ്ടി 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, ആ വണ്ടി ഞാൻ നന്നായിട്ട് ഓടിച്ചിട്ട് പോലുമില്ല, പക്ഷേ ഇപ്പോൾ വിൽക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണെന്ന്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ജനങ്ങൾ ഇന്നും, അതായത് എന്റെ അച്ഛൻ ഒക്കേഷന് വേണ്ടി മാത്രമാണ് വണ്ടി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കല്യാണത്തിന് പോയാൽ മാത്രം എടുക്കും. പിന്നെ അദ്ദേഹം തനിയെ സ്കൂട്ടർ പോകാറുള്ളൂ. ഇതുപോലെ ആയിരക്കണക്കിന് ഫാമിലി, മിഡിൽ ക്ലാസ് ഫാമിലി വണ്ടി ഒക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ അത് ശരിയാണ്, ഗവൺമെന്റ് മര്യാദയ്ക്ക് ജോലി ചെയ്യാത്ത കാരണം കൊണ്ട് എന്ത് ഓർഡറാണോ ഇട്ടത് ആ നഷ്ടം ജനങ്ങൾ വഹിക്കേണ്ട ബാധ്യതയില്ല. ഇനിയും പാരാമീറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ ഇതെന്തൊരു ന്യായമാണ്? ഡൽഹി NCRന് പെട്രോൾ തരാൻ പറ്റും, പക്ഷെ ഡൽഹിക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്തോ ഒരു 6 കിലോമീറ്റർ മാറി പെട്രോൾ വാങ്ങിക്കാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഇതിനെപ്പറ്റി റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാറില്ല. ഇത് അവരുടെ അക്സെപ്റ്റൻസ് ആണ്. കഴിഞ്ഞ ഗവൺമെന്റ്, അതായത് കേജ്രിവാൾ സാർ, വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യുന്ന ഓർഡർ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് 1.5 വർഷമായിട്ട് വണ്ടികളെല്ലാം സ്ക്രാപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ വണ്ടിയൊക്കെ എങ്ങനെ എടുത്തോണ്ട് പോയെന്ന് വെച്ചാ, എന്തോ
റെയ്ഡ് ചെയ്യുന്നത് പോലെ അവരുടെ വണ്ടികളൊക്കെ എടുത്തോണ്ട് പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം അത് സ്ക്രാപ്പായെന്ന് പറയും. ഡൽഹി ജനങ്ങൾക്ക് ഇതുപോലെ തുടർന്ന് അന്യായങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ജോലി ചെയ്യാത്തത് ഗവൺമെന്റ്, പക്ഷെ കഷ്ടപ്പാടല്ല ജനങ്ങൾക്കും. പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി ഒരിക്കലും നടക്കില്ല. ഞങ്ങൾ രണ്ടും ചെയ്യും. ഞങ്ങൾ ജോലിയും ചെയ്യും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. പിന്നെ അന്യായം നടക്കാൻ സമ്മതിക്കുകയില്ല. അന്യായത്തിനെതിരെ പ്രതികരിക്കും, അതും വളരെ ശബ്ദത്തോടെ. ഡൽഹിയുടെ പഴയ മുഖ്യമന്ത്രിയായ അദിതി സിംഗ് അവർ പറയുന്നത് ഡൽഹിയിൽ 62 ലക്ഷം പഴയ വണ്ടികളുണ്ടെന്നാണ്. അതിന്റെ മേൽ ആക്ഷൻ എടുത്തിട്ട് അതെല്ലാം മാറ്റണമെന്നാണ് പറയുന്നത്. സോ BJP നേതാക്കന്മാർ വണ്ടി നിർമ്മാണ കമ്പനികളുടെ അടുത്തുനിന്നും ധാരാളം പണം വാങ്ങിയിരിക്കുന്നതായിട്ടും എല്ലാവരും പറയുന്നു. അല്ല, ഇതുപോലുള്ള ബുദ്ധിയൊക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ. ദിവസം മുഴുവൻ ഇരുന്ന് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യാം? പറഞ്ഞു വന്ന അവർ അഭിനയിക്കാൻ മിടുക്കരാണ്. അവരുടെ അഭിനയത്തെ നമ്മൾ പുകഴ്ത്തിയേ മതിയാവും. പ്രത്യേകിച്ച് കേജ്രിവാൾ സാർ ഈ കുറഞ്ഞ ഷർട്ട് ഇടുന്നത്, 42-ന് 44 ഇടുന്നത്, ഇതുപോലെയൊക്കെ. അടുത്ത മുഖ്യമന്ത്രി ആദിഷി, അദ്ദേഹം ഡബിൾ ചെയറിൽ ഇരിക്കുന്നത്, ഞാൻ ഭരതനാണ്, രാമൻ വനവാസത്തിന് പോയിരിക്കുകയാണ്, പിന്നെ ജയിലിൽ നിന്ന് വരും. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല. നിങ്ങളെ കൊണ്ട് മാത്രം സാധിക്കൂ. ചരിത്രത്തിൽ ഇതുപോലെ മുഖ്യമന്ത്രി 2 കസേരയിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? രാമൻ ജയിലിൽ നിന്ന് വരും, അവിടെ വന്നിരിക്കുമെന്നൊക്കെ. അവര് തന്നെ പറയുന്ന കാര്യങ്ങളാണ്, അവര് തന്നെ ചെയ്ത കാര്യങ്ങളുമാണ്. ഞങ്ങൾ വന്നിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. പക്ഷെ കോടതിയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യണം, പൊല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പം നിങ്ങളൊന്നും ചെയ്യാതെ ഓഡ് ഈവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഓഡ് ഈവൻ വെച്ചിട്ട് പൊല്യൂഷൻ മാറിയോ? ജനങ്ങൾക്ക് പ്രശ്നമല്ലേ ഉണ്ടായുള്ളൂ. ഇന്ന് നിങ്ങൾ ചെയ്ത വച്ച കാര്യം കൊണ്ട് ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്. പിന്നെ നിങ്ങൾ ട്വീറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് പറയുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, വിഷമിക്കേണ്ട. ഡൽഹിയിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. പറഞ്ഞത് തന്നെ ചെയ്യും. താങ്കൾ പറയുന്നത് പൊല്യൂഷന് വേണ്ടി അവരൊന്നും ചെയ്തില്ലെന്നുള്ളതാണ്. പക്ഷെ അവര് പറയുന്നത് ഞങ്ങളൊരു കെമിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അതെ. വൈക്കോലിൽ വെച്ചാൽ എല്ലാം ശരിയാവുമെന്നാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ബഡ്ജറ്റ് നോക്കുമ്പോൾ റിസർച്ചറോട് ചോദിച്ചു എന്തൊക്കെ ജോലികളാണ് ഇവിടെ നടക്കുന്നതെന്ന്. നിങ്ങൾ വൈക്കോൽ കെമിക്കൽ തയ്യാറാക്കുന്നില്ല, അതെന്തായെന്ന്. കേജ്രിവാൾ സാർ TV-യിൽ അതിനെക്കുറിച്ച് നിറയെ പറഞ്ഞിരുന്നില്ലേ, പൊല്യൂഷന് മരുന്ന് തയ്യാറാക്കുന്നെന്ന്. അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, മേഡം ഞങ്ങളെ കൊണ്ടത് സാധിക്കില്ലെന്ന്. അപ്പൊ അത്രയും പ്രചാരണം നടന്നു. ആ പ്രചാരണത്തിന് എത്ര ചെലവായി കാണും? അതിന് ഉത്തരം നൽകിയത് 80 കോടി രൂപ ചെലവായിരുന്നു. ഞാൻ ചോദിച്ചു മരുന്ന് റെഡിയായോന്ന്. അത് തയ്യാറാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. തയ്യാറാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് 80 കോടി രൂപ ചെലവ്. നടക്കാത്ത ജോലിക്കാ ചെലവാക്കിയിരിക്കുന്നത്. ഇതുപോലെ നിറയെ സംഭവങ്ങളുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തണമെന്നൊരു ഉത്തരവിട്ടു. ഷോപ്പിംഗ് ഫെസ്റ്റ് നടത്താൻ പോവാന്നാ പറഞ്ഞത്. അതിന്റെ അഡ്വർടൈസ്മെന്റിന്, അതായത് ആ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ അഡ്വർടൈസ്മെന്റിന് ചെലവായത് 27-28 കോടി രൂപ. ശരി, അതെങ്കിലും നടന്നോന്ന് ചോദിച്ചു. അദ്ദേഹം ഇല്ല മേഡം, നടന്നില്ലെന്നു. അതായത് അവരവരുടെ ഇഷ്ടത്തിന് സംസാരിക്കും സാർ. പക്ഷെ നിങ്ങൾ BJP-ക്കാർ എന്തുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത്? അതെ അതെ, ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിശാലികളാ. ഞങ്ങളാണ് അവരുടെ ശീഷ് മഹൽ കെട്ടാൻ പറഞ്ഞത്. പിന്നെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഈ മദ്യനയം, അഴിമതിയൊക്കെ ഞങ്ങളാണോ പറഞ്ഞ് ചെയ്യിപ്പിച്ചത്? ഒന്നിനൊന്ന് ഫ്രീ എന്ന് ഞങ്ങളാണോ പറഞ്ഞത്? ഇതെല്ലാം ഞങ്ങൾ സമ്മതിച്ചു, പക്ഷെ മറ്റു ജോലികളൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതാ നോക്ക്, അവർ ചെയ്യണമെന്ന് വിചാരിച്ചതൊക്കെ ചെയ്തു. അവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് ALJയുടെ അടുത്തേക്കും TM-ന്റെ അടുത്തേക്കും മറ്റുള്ളവരുടെ അടുത്തേക്കും തള്ളിവിടുകയാണ്. പൊല്യൂഷനെ കുറിച്ച് അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങളും ഈ ആർട്ടിഫിഷ്യലായിട്ട് മേഘങ്ങൾ ഉണ്ടാക്കിയിട്ട് മഴ പെയ്യിപ്പിക്കുമെന്നാണ്. ആർട്ടിഫിഷ്യൽ ക്ലൗഡ്. ഇപ്പൊ അതാണ് താങ്കളുടെ സർക്കാർ സംസാരിക്കുന്നത്. അവര് പറയുന്നത് അവര് ചെയ്യിപ്പിച്ചില്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന്. അതെ, ഇത് സത്യമാണ്. അവര് ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ പല പ്രാവശ്യവും ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഡൽഹി നാശമാവാതെ സംരക്ഷിച്ചു. പിന്നെ ഡൽഹിയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാവുന്നത് നിർത്തിവെച്ചു. അവരെവിടെല്ലാം അഴിമതി നടത്തിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ചു. സോ ഡൽഹിയിലെ ജനങ്ങളുടെ വേദന ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി. സോ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്കറിയാം. പിന്നെ അവർ അഴിമതി കാണിക്കാൻ വേണ്ടി എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്തു അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഈ റിസൾട്ട് കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ ഈ റിസൾട്ടിന്റെ കാരണം എന്തായിരിക്കും? അവർ സ്കൂളിൽ അഴിമതി കാണിച്ചു, മെഡിസിനിൽ അഴിമതി കാണിച്ചു, ഹോസ്പിറ്റലിൽ അഴിമതി നടത്തി. ഒരു സ്ഥലം വിടാതെ എല്ലാ സ്ഥലത്തും അഴിമതി കാണിച്ചു. കേജ്രിവാൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മോദി പറഞ്ഞിരിക്കുകയാണ് എവിടൊക്കെ ചേരിയുണ്ടോ അവിടെ എല്ലാം വീട് കാണുമെന്ന്. പക്ഷേ രേഖാ ഗുപ്തയുടെ ഭരണ സമയത്ത് എവിടൊക്കെ ചേരികളുണ്ടോ അവിടെയെല്ലാം മൈതാനമാകുന്നു. ഡൽഹിയുടെ ഈ അവസ്ഥയെന്ന് നോക്ക്. മൊത്തത്തിൽ 27 വർഷം അവർ ഭരിച്ചതാണ്. 15 വർഷം കോൺഗ്രസും 12 വർഷം കേജ്രിവാൾ സാറും. അവരുടെ ലക്ഷ്യം ഒരു കാര്യമായിരുന്നു, പാവപ്പെട്ടവരെപ്പോഴും പാവപ്പെട്ടവരായിരിക്കും.
അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല, ഒരു വീട് പോലും കൊടുക്കാൻ പാടില്ല. 50,000 ഫ്ലാറ്റ്സ് പണി കഴിഞ്ഞ് തയ്യാറായിരിക്കാണ് കേന്ദ്ര സർക്കാർ കെട്ടി പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മൊത്തം പാഴായി പോയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോസ് ആക്കിയിരിക്കുന്നത്. പക്ഷെ പാവപ്പെട്ടവർക്ക് കൊടുക്കില്ല. മോഡിജി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചേരിക്ക് പകരം നല്ല വീട് തരുമെന്ന്. പിന്നെ കൊടുക്കാൻ ആരംഭിച്ചു. ഇന്ന് കേജ്രിവാൾ സാർ ഏത് വീടിനെ പറ്റിയാണോ പറയുന്നത്, താങ്കളത് പറ, ജനങ്ങളും അത് പറയട്ടെ. ഏത് ജനങ്ങൾക്കാണോ അദ്ദേഹം വീട് നൽകിയത്, ആ ചേരികളൊക്കെ അദ്ദേഹം ഒഴിപ്പിക്കില്ലേ? ആ ഏജൻസി, ലാൻഡ് ഓണർ ഏജൻസി, ആ സ്ഥലങ്ങളൊക്കെ ഒഴിപ്പിക്കില്ലേ? പിന്നെ ആരൊക്കെയാണ് റെയിൽവേ ട്രാക്കില് ആ ട്രാക്കിന്റെ മേളിൽ താമസിക്കുന്നത്? സെക്യൂരിറ്റി ത്രെഡ് കാണും, സിഗ്നൽ ശരിയായിട്ട് കിട്ടില്ല. ഒരുപക്ഷെ കോർട്ട് ഓർഡർ കൊണ്ടോ സമൻസ് കൊണ്ടോ ഒഴിപ്പിക്കാനുള്ള ഓർഡർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കണ്ടേ? നിങ്ങൾ ഡൽഹിയിലെ ചേരിയിലുള്ള ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞ് അവരെ മിസ്ഗൈഡ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വീടൊക്കെ തകർന്നു വീഴാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇതായിരുന്നു നേരത്തെയുള്ള ഗവൺമെന്റ്. ഇത് ജനങ്ങൾക്ക്, ചേരിയിലുള്ള ജനങ്ങൾക്ക് വീട് കൊടുക്കാന്ന് പറയുന്നു. ഇപ്പോഴും ഞാനത് പറയുന്നു താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ. ചേരിയിലെ ജനങ്ങൾക്ക് ആക്ച്വലി ഒരു പാരാമീറ്റർ ഉണ്ട് സർ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പാരാമീറ്റർ 2015 റെഡിയാക്കിയത്. അത് ആം ആദ്മി ഗവൺമെന്റ് ആണ് റെഡിയാക്കിയത്. അതില് 2015 മുമ്പ് ആരൊക്കെയാണോ ഡൽഹിയിലെ കുടിയേറ്റക്കാർ അവർക്ക് വീട് കൊടുക്കണമെന്ന്. സോ ഇന്ന് ആ പാരാമീറ്ററിനുള്ളിൽ ആരൊക്കെയാണോ വരുന്നത് അവർക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വീട് കൊടുക്കുന്നുണ്ട്. അതിൽ പെടാത്തവർക്ക് അത് നിങ്ങളാണ് തീരുമാനിച്ചത്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കും വീട് സ്വന്തമായിട്ട് വേണമെന്ന്. ഞങ്ങളുടെ അടുത്ത് ഇപ്പം 2 വഴികളാണുള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ പോളിസി തെറ്റായിരിക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോളിസി മാറ്റണം. അപ്പൊ ജനങ്ങൾ പറയുന്നു 2 മാസത്തിന് മുമ്പ് വന്നവർക്ക് പോലും വീട് നൽകുന്നുവെന്ന്. അവരും ടാക്സ് പെയർ ആണ്, ഞങ്ങളും ടാക്സ് പേ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കാണ് വീട് കൊടുക്കുന്നതെന്ന്. 15 വർഷം മുമ്പ് വന്നവർക്ക് കൊടുക്കുന്നു, 40 വർഷം മുമ്പ് വന്നവർക്ക് കൊടുക്കുന്നു. ഇത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണ്ടേ? ഞങ്ങൾ മൊത്തം സിസ്റ്റമാറ്റിക്കായിട്ട് ഡൽഹിയിൽ ആരൊക്കെയാണോ ചേരി താമസിക്കുന്നത് നല്ല സൗകര്യത്തോടെ നല്ല വീടുകളിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെയുള്ള കുട്ടികളും നല്ല ചുറ്റുപാടുകളിൽ പഠിച്ചു വളരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാരണം കൊണ്ടും ഒരു ചേരിയിലുള്ള ആൾക്കാരെയും വിട്ടുകളയരുതെന്നാണ് ഞങ്ങളുടെ ഓർഡർ. രേഖമാം, ഞാൻ പല പാവപ്പെട്ടവരുടെയും വീഡിയോസ് കണ്ടിരുന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞതെല്ലാം അശോക് വികാറിലുള്ളവരും ബഷീർപൂരിലുള്ളവരുമാണ്. അവരെന്താ പറയുന്നത് വെച്ചാൽ രാത്രി 3 മണിക്ക് അവിടെ ഡെമോളിഷൻ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അടുത്ത ദിവസം വരെ കോടതി ഡേറ്റ് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും സ്റ്റേ കിട്ടുമായിരുന്നു, പക്ഷെ അതിനുള്ളിൽ ഇടിച്ചു കളഞ്ഞു. നോക്ക്, താങ്കൾ ഏത് ജയിലറിനെ പറ്റിയാണ് പറയുന്നത്? 1675 വീട് കെട്ടി ആ ചേരിയിലുള്ള ജനങ്ങൾക്ക് പ്രധാനമന്ത്രി താക്കോല് നൽകിയിട്ടുണ്ട്. സ്വാഭിമാൻ അപ്പാർട്ട്മെന്റുകൾ. ആ ചേരിയില് എത്ര കുടുംബങ്ങളുണ്ടോ അതിൽ എലിജിബിളായിട്ടുള്ള എല്ലാവർക്കും വീട് നൽകിയിട്ടുണ്ട്. ആർക്കാണോ അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ലയോ അതുപോലെ 200-250 കുടുംബങ്ങളുണ്ട്. അവർക്ക് തുടർന്ന് കോടതി, തുടർന്ന് ലാൻഡ് ഓണിംഗ് ഏജൻസിയും DDNAയും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അവിടുന്ന് ഒഴിയണമെന്ന്. കാരണം നിങ്ങൾക്കുള്ള ഫ്ലാറ്റ് റെഡിയായിട്ടുണ്ട്, അതും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഫ്ലാറ്റ്. എല്ലാവർക്കും എങ്ങനെയാ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് തനിയെ വന്ന് താമസിക്കുന്ന വിധത്തിൽ. അതിനുശേഷം കുറെ പേർ അവരെ മിസ്ഗൈഡ് ചെയ്തു. നിങ്ങൾ ഇവിടുന്ന് പോകാതിരിക്കുകയാണെങ്കിൽ ഏജൻസി അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കും. പിന്നെ താങ്കൾ തന്നെ പറ, ഇത് അവരുടെ തെറ്റാണോ മറ്റവരുടെ തെറ്റാണോ അതോ കോർട്ടിനെയാണ് കുറ്റം പറയണ്ടേ? അവര് കോടതിയിൽ പോയി, പക്ഷെ സ്റ്റേ കിട്ടിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആരാണോ അർഹര് അവർക്കെല്ലാം കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. അതിന് സീരിയസ് ആയിട്ട് ഞങ്ങൾ എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട്. തുടർന്ന് 25,000 വീടുകള് ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് വെച്ച് അതും ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീടിനുള്ള ഓർഡർ ശരിയാക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഏത് ഗവൺമെന്റ് ചെയ്യും? ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഡൽഹിയുടെ ഇന്നത്തെ ഗവൺമെന്റ്. ഞാൻ കേജ്രിവാൾ സാറിന്റെ വീഡിയോ കണ്ടിരുന്നു. അദ്ദേഹം പബ്ലിക്കിനോട് എന്താ പറയുന്നത് വെച്ചാൽ 40 ലക്ഷം ചേരി നിവാസികൾ ഡൽഹിയിലുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ നടുത്തെരുവിലേക്ക് വരികയാണെങ്കിൽ രേഖ ഗുപ്തയ്ക്ക് അവരുടെ മുത്തശ്ശിയുടെ ഓർമ്മ വരുമെന്ന്. മുത്തശ്ശിയെപ്പറ്റി എനിക്ക് ഓർമ്മ വന്നോണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ കേജ്രിവാൾ സാർ ഡൽഹി വിട്ടിട്ട് പോയത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി അദ്ദേഹം എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നു. ഈ ഡൽഹി ഒരിക്കലും വളരാൻ പാടില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അദ്ദേഹം ഇരുന്ന സമയത്ത് പൊല്യൂഷന്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല, മാലിന്യത്തിനെതിരെ ഒന്നും ചെയ്തില്ല, ഇൻഫ്രാസ്ട്രക്ചറിനെതിരെ ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഡൽഹിക്ക് ആകെ ചെയ്തത് ഫ്രീ ബീസ് മാത്രമാണ്. വെള്ളം, കറണ്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഒരു ഫ്ലൈ ഓവർ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഡെവലപ്മെന്റും അദ്ദേഹം മൂലം ഉണ്ടായിട്ടേയില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വെച്ചാ, നിങ്ങൾ ആ വ്യക്തികളോട് പറയൂ, നിങ്ങൾക്ക് നൽകിയ വീട് അതിനേക്കാളും
അതിനേക്കാളും നന്നായിട്ട് വേറെ എന്ത് കിട്ടുമെന്ന്? അദ്ദേഹം ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർ അവിടെ തന്നെ നിൽക്കണം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവരോട് ആവശ്യമില്ലാത്ത പറഞ്ഞ് ഇളക്കുന്നു. പക്ഷെ ഡൽഹിയിലെ ജനങ്ങൾ അത്രയ്ക്ക് മണ്ടരൊന്നുമല്ല. അതിൽ ബുദ്ധിശാലികളുണ്ട്. അവർക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവരെന്ത് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ട് കേജ്രിവാൾ സാർ, നിങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക്. 40 ലക്ഷം ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നുള്ളത്. താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരാണോ, ഇല്ല ജനങ്ങൾക്ക് നന്മയെന്ന ഗവൺമെന്റിന്റെ കൂടാണോ നിൽക്കുന്നതെന്ന്? അവരെന്താ പറയുന്നത് വെച്ചാൽ ഇലക്ഷന്റെ സമയത്ത് ആ ചേരികളിലെല്ലാം BJPയുടെ നേതാക്കന്മാർ വന്ന് ഉറങ്ങാറുണ്ട്. ചേരിക്കാർ ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയും, അവിടെ പോയി താമസിക്കാറുമുണ്ട്. പക്ഷെ അവരുടെ വീടിടിക്കുന്ന സമയത്ത് ആരും വന്ന് സംരക്ഷിച്ചില്ലെന്ന്. ഇന്നും അതുതന്നെയാണ്. താങ്കൾ ഡൽഹിയിലെ 4 ചേരികളെ 675 ക്ലസ്റ്ററിന്റെ കൂടെ കമ്പയർ ചെയ്താ അതൊന്നും നടക്കില്ല. ഇന്ന് ഡൽഹി മുഴുവനും 675 ക്ലസ്റ്റർ ഉണ്ട്. പക്ഷെ ആക്ഷൻ എടുത്തത് 4 ക്ലസ്റ്ററിനെതിരെ. അതിൽ 3-ന് കോടതിയിൽ കേസുണ്ട്. പിന്നുള്ളത് ലാൻഡ് ഓണിംഗ് ഏജൻസി. അവർക്ക് ഓൾറെഡി വീട് കൊടുത്ത് അവിടുന്ന് ഒഴിപ്പിച്ചു. ഈ 4 എണ്ണം അല്ലാതെ ഡൽഹിയിൽ വേറൊന്നിനെതിരെ ആക്ഷൻ എടുത്തില്ല. ഇതിൽ വേറെന്താ കാര്യം എന്ന് വെച്ചാൽ കേജ്രിവാൾ സാർ ഇതിൽ കുംഭകർണനാണ്. 6 മാസം പഞ്ചാബിൽ ഗവൺമെന്റ് നടത്തും. അപ്പൊ ഡൽഹിയെ പറ്റി ഓർമ്മയില്ല. ഈ 4 മാസത്തിൽ ഡൽഹി എത്ര മുന്നേറിയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഒരു അവസരം കിട്ടിയപ്പോ, പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി വന്നു. അദ്ദേഹം പറയുന്ന ചേരിയിലുള്ള ആൾക്കാർക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ലെന്നൊക്കെ. അദ്ദേഹം എത്ര വർഷം ഭരിച്ചതാ? ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരങ്ങളും ഉണ്ടായിരുന്നല്ലോ. ചേരിയിലുള്ള ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വീട് കൊടുത്തിട്ടുണ്ടോ? പറയാൻ പറ, ഏതെങ്കിലും ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടോന്ന്? കേജ്രിവാൾ സാർ ഞങ്ങൾക്ക് വീട് തന്നെന്ന് ഒരു വീട് പോലും കൊടുത്തിട്ടില്ല സാർ. ഈ ഗവൺമെന്റ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. സീരിയസ്ലി ചർച്ച നടക്കുന്നു. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ചേരിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്ക് താങ്കളുടെ സർക്കാരും കേന്ദ്ര സർക്കാരും വീട് കെട്ടിക്കൊടുക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ഈ ചേരിയുള്ള സ്ഥലത്ത് തന്നെ വീട് കെട്ടിക്കൊടുക്കും? 100%. ദാ നോക്ക്, ഇത് കുറേ വർഷത്തെ ബാക്ക്ലോഗാണ്. അതിന് സമയമെടുക്കും. പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. നിങ്ങളെ ഇവിടുന്ന് ആരും ഒഴിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കൂ. ആൻഡ് ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇതുവരെ ആരും ചെയ്യാത്തത്. ഇതിനുള്ള ബഡ്ജറ്റ് 700 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ചേരിയിലുള്ള ജനങ്ങളുടെ ഡെവലപ്മെന്റിന് മാത്രമുള്ളതാണ്. 700 കോടി രൂപ എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഓടകൾക്കും, റോഡുകൾ, ഡ്രൈനേജ്, ബാത്റൂമുകൾ. ഇപ്പോഴും ചേരി നിവാസികൾ വെളിയിലാണ് കുളിക്കുന്നത്. അവർക്ക് ടോയ്ലറ്റിൽ പോണെങ്കിൽ വൃത്തികേടുകളായിട്ടുള്ള ടോയ്ലറ്റുകളാണുള്ളത്. അതിനെപ്പറ്റി ഒന്നും വേവലാതിയില്ലായിരുന്നു. ക്ഷമിക്കണം, കേജ്രിവാൾ സാർ ആയിരുന്നെങ്കിലും മറ്റു ഗവൺമെന്റ് ആയിരുന്നാലും. പക്ഷേ അവിടെ എല്ലാവരും വോട്ട് ചെയ്തത് കേജ്രിവാളിനാണല്ലോ. ദാ നോക്ക്, താങ്കളുടെ കുട്ടികൾക്ക് ഏതാണ് ശരി, എന്താണ് തെറ്റെന്നറിയില്ല. താങ്കൾ തന്നെ പഠിപ്പിക്കണം. പതിയെ പതിയെ അവർക്കത് മനസ്സിലാവും നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നതെന്ന്. സോ ശരിയായിട്ട് ചിന്തിക്കുന്നവരെയും ശരിയായിട്ട് ജോലി ചെയ്യുന്നവരും പാർട്ടിയിൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇന്നവിടെ നമ്മൾ റോഡ് ഇടുന്ന കാണുമ്പോ, അവിടെ കക്കൂസ് ഉണ്ടാക്കുന്ന കാണുമ്പോ, പാർക്ക് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ, സ്കൂൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഇപ്പോഴാണ് ബോധം വരുന്നത്. ഞങ്ങൾ ഇത്രയും നാൾ ഇരുട്ടറയിലായിരുന്നെന്ന്. എന്താ ഞങ്ങൾക്ക് ഇതുവരെ ഇതൊന്നും ചെയ്യാഞ്ഞെന്ന്. ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഫെസിലിറ്റി എന്തുകൊണ്ട് മുന്നേ കിട്ടിയില്ലെന്നുള്ളത്. ഇന്ന് 700 കോടി സർക്കാർ ബഡ്ജറ്റിൽ ഒതുക്കിയെങ്കിൽ, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്താ ചെയ്യാതിരുന്നത്? ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പബ്ലിക്കിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? കെജ്രിവാൾ സാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അംബേദ്കർ സാറിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെ ഫോട്ടോ വെച്ചിരുന്നു. നിങ്ങളത് നീക്കം ചെയ്തു. അതിനെതിരെ ശ്രീമതി ആതിഷി പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നതായിട്ട് കേട്ടിരുന്നു. അതൊക്കെ സത്യമാണോ? ദാ നോക്ക്, ഈ പാർട്ടി ഉണ്ടല്ലോ, ഇത് പൊരുതി വന്ന പാർട്ടിയാണ്. പൊരുതി പോയിരിക്കുകയാണ് രാംലീല മൈതാനത്ത്. ഇവര് ഗവൺമെന്റിലുള്ളപ്പോ തന്നെ പോരാട്ടത്തിനിറങ്ങുമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ സാർ, ജലവിഭവ മന്ത്രി ആതേഷ് സാർ തമ്മിലുള്ള പ്രതിഷേധം എല്ലാരും കണ്ടാണ്. തുടക്കം മുതലേ ഇവർ രണ്ടുപേരും എതിർകക്ഷികളായിരുന്നു. പിന്നെ ഇപ്പോ അവർക്കൊക്കെ എന്ത് ചെയ്യണോന്നറിയുന്നില്ല. ഇവര് ഗവൺമെന്റിനെതിരെ എതിർകക്ഷികളായിട്ടിരുന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. പിന്നെ ഓഫീസ് എന്റെയാണ്. എന്തായാലും ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഫോട്ടോ മുമ്പിൽ വെക്കണോ അതോ പുറകിൽ വെക്കണോന്ന്. എന്റെ പുറകിലാണെങ്കിൽ ബാബ അംബേദ്കറിന്റെ ഫോട്ടോയും ഭഗത് സിംഗിന്റെ ഫോട്ടോയും. എന്റെ പുറകുവശത്തിരുന്ന എല്ലാ ഫോട്ടോ എടുത്ത് ഞാൻ എന്റെ മുമ്പിൽ വെച്ചു. അയ്യോ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ എല്ലാരെയും വിളിപ്പിച്ചു, ഇങ്ങോട്ട് വന്നേ. എന്റെ റൂമിലിരുത്തി ചായ കൊടുത്തു. ദാ നോക്കൂ, ഫോട്ടോ അവിടല്ല ഇവിടെ ഇരിപ്പുണ്ടെന്ന്. അങ്ങനെയാണോ? ഫോട്ടോയിൽ ഇവിടെ വെച്ചിരിക്കാണോ? അതെ, ഇവിടെ വെച്ചാ എനിക്ക് നേരിട്ട് പോയി തൊഴാൻ പറ്റുമല്ലോ. അതെ, നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ എന്ന് പറഞ്ഞിട്ട് എന്റെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിപ്പോയി. വീണ്ടും ഒരു ബോർഡും പിടിച്ചോണ്ട് ഇത് സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല. എന്താ ആ ഫോട്ടോ ഇന്നലെ അവിടെ ആയിരുന്നത് ഇന്നും അവിടെ ഇരിക്കുന്നത്? ഒന്നും മാറിയിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്.
ഇത് നമ്മുടെ ഭക്തിയാണ്. ആരെയാണ് പുറകെ വെക്കേണ്ടത്, ആരെയാണ് നമ്മൾ മുമ്പിൽ വെച്ച് തൊഴേണ്ടതെന്ന്, അത് നമ്മുടെ എന്ത് ഭക്തിയെ സംഭവിച്ചാലും ആദിഷ് സംബന്ധിച്ചിരിക്കും. എന്നുള്ള പേര് അവർക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ഓർമ്മയുണ്ടാവും. ഞാൻ ആരെ മറന്നാലും അദ്ദേഹത്തെ മാത്രം മറക്കില്ല. ദിവസം മുഴുവൻ ക്യാമറ വെച്ച് എന്നെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക, രേഖ എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നതൊക്കെ. പിന്നെ പറയും നിങ്ങൾ ഇതൊന്നും ട്വീറ്റ് ചെയ്തില്ല, പിന്നെ ഞാനത് ട്വീറ്റ് ചെയ്യും. പിന്നെ ചോദിക്കും അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ പറയാം ആ ശരി അങ്ങോട്ട് പോവാന്ന്. പിന്നെ പറയും നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങോട്ട് പോകണം എന്നൊക്കെ. ഞാൻ അതിന് ശരിയെന്ന് പറയും. അവൾ എന്റെ സുഹൃത്താണ്, എന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കും. അവളെക്കാട്ടിലും എന്റെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. സോ അവൾക്ക് നന്ദി പറഞ്ഞേ മതിയാവും.